ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും നിർണായക ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, RJDയുടെ സീറ്റ് നിലയിൽ വലിയ കുറവ് വരുന്നു. 51 സീറ്റിലേക്ക് RJD എത്തുന്നു. കോൺഗ്രസ് 13ലേക്ക്. BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഈ ഘട്ടത്തിൽ മാറുന്നു. 75 സീറ്റിലേക്ക് BJP എത്തുന്നു. JDU 73 സീറ്റിലേക്ക് എത്തുന്നു. LJPയുടെ സ്വാധീനം ഒന്ന് കണ്ടു നോക്കൂ. 16 സീറ്റിലാണ് LJP. ചിരാഗ് പാസ്വാന്റെ പാർട്ടി, രാംവിലാസ് പാസ്വാന് വലിയ സ്വാധീനമുള്ള ഒരു സംസ്ഥാനത്ത് ഒരു ചിരാഗ് പാസ്വാൻ മാത്രമെന്നൊരു നേതാവിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പാർട്ടി ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുന്നു, ഒറ്റയ്ക്ക് ഈ സഖ്യത്തിന്റെ ഭാഗമാകുന്നു, വിലപേശലുകൾ നടത്തുന്നു, ഒടുവിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു ഭീഷണി ഉണ്ടാകുന്നു. പക്ഷേ അപ്പോഴും അനുനയ നീക്കങ്ങൾ ഉണ്ടാകുന്നു. ആ അനുനയ നീക്കങ്ങളെ അവർ ഒപ്പം ചേർത്തു. അതിന്റെ ഭാഗമായി 16 സീറ്റിൽ LJP നേരിട്ട് നിൽക്കുന്നു. മറുവശത്ത് നില മെച്ചപ്പെടുത്തുന്നത് CPIML എന്ന് തന്നെ പറയേണ്ടി വരും. 4 സീറ്റിലാണ് അവർ നില മെച്ചപ്പെടുത്തിയിരിക്കുന്നത്. 1 നിന്ന് 4ലേക്ക് CPIML എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ RJD 49ലേക്ക്, കോൺഗ്രസ് 12ലേക്ക്, ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ച ഒറ്റ സംഖ്യയിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്നതാണ്. പ്രശാന്ത്, വളരെ പ്രധാനപ്പെട്ടതാണ്. RJDയുടെ സ്വാധീന മേഖലകളിലൊക്കെ RJDക്ക് കാലിടറുന്നു. സീമാഞ്ചലിൽ ആദ്യമേ കാലിടറി, ഇപ്പോൾ മധ്യ ബീഹാർ മേഖലയിലടക്കം RJDക്ക് കാലിടറുന്നു എന്നുള്ളതാണ്. വളരെ 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 ദയനീയമായി പോകുകയാണ് RJDയുടെ. അതായത് 50-ൽ താഴെ സീറ്റുകളിലേക്ക് RJD ചുരുങ്ങുമ്പോൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP 75ഓളം സീറ്റുകൾ നേടി.